നമസ്കാരം. പാലക്കാടിൻ്റെ തനത് രുചി തേടിയിട്ടുള്ള ഒരു യാത്രയിലാട്ടോ നമ്മളിപ്പോൾ. നാട്ടിൽ വന്നാൽ എന്തായാലും കഴിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ച് വന്നിട്ടുള്ള ഒരു സാധനം കഴിക്കാൻ പോവുക. ഇതിവിടെ മാത്രമേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, മറ്റ് പല സ്ഥലത്തും കിട്ടും. പക്ഷേ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റിൽ ഇവിടുന്ന് തന്നെ കഴിക്കണം. ഏതാണ്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനും കണ്ണാപ്പിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. രാവിലെ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. പാലക്കാടാണല്ലോ. എന്തായാലും പാലക്കാടൻ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ മിക്കവാറും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് കഴിക്കാനാണ് വന്നിട്ടുള്ളതെന്ന്. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ശ്രീ സരസ്വതി ടീ സ്റ്റോളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്. രാമശ്ശേരി ഇഡ്ഡലി. രാവിലെ ഒരു 8:30 8:45 ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്തി. പക്ഷെ അപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നിറയെ ആളുകളും നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീ സരസ്വതി ടീ സ്റ്റോളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ മാത്രമാണോ രാമശ്ശേരി ഇഡ്ഡലി കിട്ടുക എന്ന് ചോദിച്ചാൽ അല്ല, ഈ ഒരു ഏരിയയിൽ മിക്കവാറും കടകളിലൊക്കെ ഉണ്ട്. പക്ഷേ തിരക്ക് ഇവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്തായാലും ഭാഗ്യം കൊണ്ട് നമുക്ക് കയറിയപ്പോൾ തന്നെ ഒരു ടേബിൾ കിട്ടി. ടേബിളിൻ്റെ മുകളിൽ സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഇഡ്ഡലിപ്പൊടിയും എണ്ണയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ചോദ്യം പറച്ചിലൊന്നും ഇല്ലാണ്ട് 2 പ്ലേറ്റിലായിട്ട് 4 രാമശ്ശേരി ഇഡ്ഡലി നമുക്ക് കൊണ്ടുവന്നു തന്നു. ഇതിന് ഇഡ്ഡലി എന്ന് പറയണോ ദൊഡ്ഡലി എന്ന് പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. കാരണം ദോശയുടെ വലിപ്പവും ഇഡ്ഡലിയുടെ ഒരു ടെക്സ്ചറുമാണ്. ഇഡ്ഡലിയുടെ ടെക്സ്ചർ എന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിനെ. എന്നോട് ചോദിച്ചാൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഇത് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മുല്ലപ്പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. ഇത്രയും ഹൈപ്പ് ഈ ഒരു സാധനത്തിന് കിട്ടുന്നതിന് നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. വീഡിയോ ചെയ്യുന്നവരാരും വെറുതെ പറയല്ല, അത്രയും ടേസ്റ്റിയാണ്. ഇത് കഴിക്കാൻ നമുക്ക് സാമ്പാറിൻ്റെയും ചട്നിയുടെയും ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ നമ്മുടെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ സീറ്റിന് വേണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് സ്ഥലത്തു നിന്നും ആളുകൾ കേട്ടറിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായി, പുറത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ച സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് കേട്ടോ അവിടുന്ന് തിരിച്ചു പോയത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.